കുഞ്ഞാപ്പൂപ്പ് ഉണരും. ഓന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കണ്ടേ? ഓന്റെ ഉറക്കം പ്രശ്നമാക്കണ്ടേ നമുക്ക്? അതില്ല ചക്കി, ഇങ്ങനെ നോക്ക്, ആകാശം നോക്കി കിടക്കാൻ എന്ത് ഭംഗിയല്ലേ. ആ അപ്പഴേ ഓലെങ്ങാനേ കുഞ്ഞാപ്പനോട് നമ്മൾ വെള്ളം എടുക്കാനാ പൊയ്ക്കണെന്ന് പറഞ്ഞു കൊടുത്താലേ ഈ വെള്ളം എടുത്തിട്ടേ കുഞ്ഞാപ്പൻ നമ്മളെ തലയിൽ കൂടെ തന്നെ ഒഴിച്ചു തരും. അത് ശരി, അങ്ങോട്ട് നോക്കണേ. ഓലിവിടെ വന്നിട്ട് നല്ല ചിരിയും കളിയും പാട്ടൊക്കെ ആയിട്ട് ഇരിക്കണേ. നമ്മളെങ്ങനെ കുഞ്ഞാപ്പ ഉണരുന്നുണ്ടോ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാം. എന്തെന്നാലും വലിയ വിചാരം. എടി ചക്കി, അത് മീനൊക്കെ നമ്മൾ തെരഞ്ഞു വന്നിക്കോ ചിന്നൂസേ. എടി പെണ്ണുങ്ങളെ, കുഞ്ഞാപ്പന്റെ കൂർക്കമലയുടെ ഒച്ചയൊക്കെ കുറഞ്ഞിക്കണുട്ടോ. ഇനി ചിലപ്പോഴും വെള്ളം നമ്മളെ മേത്ത് കൂടെ തന്നെ ഒഴിച്ചു. ശരിക്കും എന്റെ ഉറക്കം കഴിഞ്ഞിക്കണോ? അവിടെ പോയിട്ട് ചോദിച്ചു നോക്ക് ഉറക്കം കഴിഞ്ഞിക്കണോന്ന്. അപ്പൊ അങ്ങനെ അറിയാം എനിക്ക് ഉറക്കം കഴിഞ്ഞിക്കണോന്ന്. മീനു, നിനക്ക് ദേഷ്യം വരുമ്പോ നിന്റെ മുഖം കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? അയ്യോ അല്ല മീനു, അല്ല. ഓലിക്ക് ചെറി വന്നിട്ട് ചിരിച്ചണീന് അന്ന് കളിയാക്കാന്ന് ആരാ പറഞ്ഞത്? ഇനി വേഗം വരീ, കുഞ്ഞപ്പൂപ്പ് ഉണരും. വരും, വേഗം വരീം. ഇപ്പഴും നല്ല ഉറക്കാണ് ഓന്. അപ്പൊ തക്കടുവാമേ, നമുക്ക് തുടങ്ങല്ലേ? നമ്മളെല്ലാരും ഇങ്ങനെ കൂടി നിന്നിട്ട് അവന്റെ മേത്ത് വെള്ളം ഒഴിച്ചാലേ അവനത് മനസ്സിലാകും. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അവന് ഉറങ്ങുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുന്നത് അതിന് ചെയ്യണം. പുസ്തകം എടുത്ത് പഠിക്കേ. ആണ്, നമുക്കൊക്കെ ഒരു സംശയമില്ലാതെ പുസ്തകം എടുത്ത് പഠിക്കണം. ഹായ്, നല്ല ഐഡിയ കേട്ടോ അത്. അപ്പൊ നമ്മളാണെന്ന് സംശയിക്കൂല. ഇന്ന് വേഗം റെഡി ആയിക്കോ. ചിന്നു, വേഗം ഒഴിച്ച്. മിണ്ടാതിരിക്ക് ചക്കി, മിണ്ടാതിരിക്ക്. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ എല്ലാരും പുസ്തകത്തിൽ നോക്കിയിരിക്കണം, മനസ്സിലായോ? ഈ പെങ്ങളെ ഓക്കെ കേട്ടിട്ട് ഓൻ ഉണരുവാണാവോ? ഇതാ ഓയ്. വെറുതല്ല, വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി വന്നത്. അപ്പൊ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു നിങ്ങളെ. ഈ പെണ്ണുങ്ങൾ എന്തിനാണ് വെറുതെ തിരക്ക് കൂടുന്നത് ഇവിടെ നിന്നിട്ട്? എടാ കുഞ്ഞാപ്പോ, മര്യാദക്ക് നീച്ചെന്ന് പഠിച്ചത്. നാളെ പരീക്ഷയില്ലേ? എനിക്ക് പന്ത് കളിക്കാൻ പോയിട്ടേ അതിന്റെ ക്ഷീണമായിരിക്കും. എടാ ഇക്രു, ഇജ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നല്ലോണം പഠിച്ചുക്കണോ? ഞാനോ? ഞാൻ നല്ലോണം പഠിച്ചുക്കണു. എടപ്പോ, ഞാൻ എന്നോട് കാര്യം പറഞ്ഞത് കേക്കോ? എന്താടാ? ഇജ് നല്ലോണം പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കാര്യം കാട്ടാം. ഇജ് അപ്പുറത്തെ ബെഞ്ചിൽ പോയിരിക്ക്. അതെന്തിനാപ്പോ? അല്ല, നമ്മളെടുത്തേക്ക് ഒരു പഠിച്ചൊരു കുട്ടി വന്നാലേ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നാലോ? എടി തക്കുടുവാണേ, എനിക്ക് ടെൻഷനില്ലേ? ഇച്ചൊരു ടെൻഷനില്ല ചിന്നോ, ഞാൻ നല്ലോണം പഠിച്ചിക്കണു. മിന്നോ, ഇച്ചൊന്ന് പറഞ്ഞു തന്നിട്ട് മിന്നോ. പറഞ്ഞില്ല കേട്ടോ. ഇന്നലെ ഞങ്ങൾ എത്ര പറഞ്ഞു എന്നോട് ഉറങ്ങണ്ട ഇരുന്ന് പഠിച്ചെന്ന് പറഞ്ഞ കേക്കണേ. നോക്കിക്കോ മിന്നോ, അന്നെ ഞാനേ കഴിച്ചുമ്പോ കൂട്ടൂല. നോക്കിക്കോ, ഞാൻ ഓലിക്ക് കൂട്ടും, അന്നെ കഴിച്ചാൻ കൂട്ടൂല കേട്ടോ. കൂട്ടണ്ട. നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. ഇന്നലെ ഞങ്ങൾ എല്ലാരും പറഞ്ഞത് അവനോട് പഠിച്ചാണ്. അപ്പൊ അവനോട് കൂർക്കം വലിച്ച് കടന്ന് ഉറങ്ങിന്നു. എടി ചക്കി, എന്ത് മീനു? എടി ഇനിയിപ്പോ ആ ചിന്നു നന്നായിട്ട് പരീക്ഷ ചെയ്തോ? നമ്മളും പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ? എന്നാലും അതല്ലടി, ഓൾക്ക് എങ്ങാനും നമ്മളെക്കാൾ മാർക്ക് ഉണ്ടെങ്കിൽ ഓൾ നമ്മളെ കളിയാക്കി ചേർച്ചും. അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും ഓളേക്കാളും ഞാൻ പഠിച്ചിക്കണു. എടി പൊടിമോളെ, ഇനി എന്തിനാ പോള് വിളിക്കുന്നത്? അതൊക്കെ ഉണ്ട്, ഇജ്ജ് നോക്കിക്കോ. പൊടിമോളെ. ഓ പാത്തു, ഇനി ആ ഇക്രു വിളിക്കുന്നുണ്ട്. തിന്നോക്കണ്ട. ഓനെ പന്നീര് ചോദിച്ചാനേക്കാരം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല ചെറുക്കിന്. അത് ഉറപ്പല്ലേ, ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. കേക്കാത്ത പോലെയാണ് നിന്നടാ. ഈ പെണ്ണിന്റെ ചെവിയും കേക്കൂലേ? എടി പൊടിമോളെ, എടപ്പ കേൾക്കുന്ന തിരക്കൂട്ടാതിരിക്കടാ, ടീച്ചർ വരുന്നോന്ന്. പൊടിമോളെ. അയ്യോ, ആ ചെറുക്കിന് ഒച്ചിട്ടിട്ട് വിളിക്കണോ? ചോദിച്ചു നോക്ക് എന്താന്ന്. പിന്നെ ഉത്തരം ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാതിരുന്നാ മതി. അപ്പൊ എല്ലാരും ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടാവുമല്ലോ, അപ്പൊ എന്തായാലും ഓർക്കനെ വിളിക്കൂലായിരിക്കും. എടാ ഇക്രു, ടീച്ചർ മിണ്ടാതിരിക്ക്. നിനക്ക് മാത്രമല്ല എനിക്കും കണ്ണു കാണും. ഇന്ന് എന്ത് പറ്റി? എല്ലാവരും മേടിച്ചു നോക്കി നിൽക്കണേ. ഗുഡ് മോർണിംഗ്. അപ്പൊ എങ്ങനെ എല്ലാവരും നന്നായി തയ്യാറെടുത്തിട്ടില്ലേ? ഈ ഉന്മേഷമൊക്കെ പേപ്പറിൽ കാണാം, മനസ്സിലായോ? എന്നെ ചിന്ന എല്ലാവർക്കും പേപ്പർ കൊടുത്തേ. ഓക്കെ ടീച്ചർ. പൊടിമോളെ, ഇന്ന് മറക്കണ്ടോ? എന്താ ഇക്രു അവിടെ? അത് പിന്നെ ഒന്നില്ല ടീച്ചറേ. എന്റെ ടീച്ചറേ, ഓ എന്നോട് പറയണേ ഓനക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. ഓനെ മറക്കണ്ടാന്ന്. എടാ ഇക്രു, നീ പെട്ടു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ടീച്ചറെ.
ടീച്ചർക്ക് അറിയില്ല ഞാൻ അങ്ങനെയൊന്നും പറയില്ലാന്ന്. മര്യാദക്ക് മര്യാദക്ക് അടിക്ക് വാങ്ങി നിന്നോ. ഇവിടെ ശബ്ദം ഉണ്ടാക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. നമുക്ക് പറഞ്ഞു കൊടുക്കണത്രേ. അപ്പൊ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നാലെന്താ? ഞാൻ നല്ലോണം പഠിച്ചതാ ടീച്ചറേ. പക്ഷെ ക്ലാസ്സിൽ അങ്ങോട്ട് എത്തിയാലേ ഞാൻ എല്ലാം മറക്കും. പിന്നെ എന്ത് ചെയ്യാ? എന്താ ചെയ്യണമെന്നേ ഞാനേ പരീക്ഷാ പേപ്പർ ഒന്ന് കിട്ടട്ടെ, അപ്പൊ പറഞ്ഞു തരാം. മനസ്സിലായോ? ടീച്ചർ നോക്കിക്കോ, ഇപ്രാവശ്യം ഞാൻ നല്ല മാർക്ക് മേടിക്കും. നീ നല്ല മാർക്ക് മേടിക്കും, നോക്കട്ടെ.